ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിൽ തങ്ങൾ ഇടപെടില്ലെന്ന് പലതവണ അമേരിക്ക ആവർത്തിക്കുന്നത് നാം കണ്ടിരുന്നു. അത്തരം പ്രസ്താവനകളും വന്നിരുന്നു. തങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്ക തന്നെ നേരിട്ട് ഇറങ്ങുകയാണോ എന്ന് സംശയം വർദ്ധിക്കുകയാണ്. കാരണം അമേരിക്ക കേന്ദ്രീകരിച്ച് വാർ റൂമുകൾ തയ്യാറാകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ മുന്നോടിയായിട്ടാണ് ട്രംപ് G7 ഉച്ചകോടി വെട്ടിച്ചുരുക്കി അമേരിക്കയിലേക്ക് മടങ്ങിയത്. പൊതുവെ ലോകത്ത് മാധ്യമങ്ങളെല്ലാം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല, പല രാഷ്ട്രീയ നിരീക്ഷകരും വിദേശകാര്യ വിദഗ്ധന്മാരും നയതന്ത്ര വിദഗ്ധന്മാരും ഒക്കെ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്കയും ഇറങ്ങും ഇറാനെതിരെ. ഇറാനെ ഇപ്പോൾ ഇസ്രയേലാണ് ആക്രമിക്കുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിലാണ് സംഘർഷമെങ്കിലും താമസിയാതെ അത് മറ നീക്കി, ഇസ്രയേൽ എന്ന മറയെ നീക്കി അമേരിക്കയും ട്രംപും മുന്നോട്ട് വരും എന്നാണ് നയതന്ത്ര വിദഗ്ധന്മാർ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ യുദ്ധം നീളുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു ആശങ്ക ലോകത്തുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇറാനിൽ ഏതാണ്ട് 400-ലധികം പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അതേസമയം ഇസ്രയേലിൽ അത്രയും മരണസംഖ്യയില്ല. അതിൻ്റെ 10% പോലും, 40 പേര് പോലും ഇസ്രയേലിൽ കൊല്ലപ്പെട്ടതായിട്ട് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ടെൽ അവീവിൽ ചെറിയ തോതിൽ നാശനഷ്ടങ്ങളുണ്ടായി. ചില മിസൈലുകളൊക്കെ, ഇറാൻ അയച്ച മിസൈലുകളൊക്കെ പതിച്ചു എന്നാണ് പറയുന്നത്. ഈ മൊസാദിൻ്റെ നൂറുകണക്കിന് മിസൈലുകളാണല്ലേ നിരന്തരം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൻ്റെ 150 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ അയച്ചുകൊണ്ടിരുന്നത്. അത് ഒരു ഒട്ടുമുക്കാലും 99% പരാജയപ്പെടുത്താൻ ഇസ്രയേലിന് കഴിഞ്ഞു. അത് ഇസ്രയേലി ജനത തന്നെ ഒരു ആഘോഷം പോലെ, ഈ വെടിക്കെട്ട് നടക്കുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടികൾ ഇങ്ങനെ ആകാശത്ത് നോക്കി അന്തം വിട്ട് നിൽക്കുമല്ലോ, അതുപോലെ ഇസ്രയേലിലെ പൗരന്മാർ അല്ലെങ്കിൽ ഇസ്രയേലിൽ കഴിയുന്നവർ ഇങ്ങനെ ആകാശത്ത് ആകാശ വെടിക്കെട്ട് കണ്ട് അങ്ങനെ ആഹ്ലാദിച്ച് നിൽക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പോൾ ഇറാൻ ഒരുപാട് ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്നുണ്ട്, ഡ്രോണുകൾ അയക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇസ്രയേലിന് നാശനഷ്ടം വരുത്താനായിട്ട് പറ്റുന്നില്ല, കഴിയുന്നില്ല. അതിനു മുമ്പ് തന്നെ അവ നശിപ്പിക്കപ്പെടുകയാണ്. അതാണ് അതിലെ രസം. ഇവിടെ ഇപ്പോൾ ഈ വലിയ തോതിൽ ലോകം ഒരു യുദ്ധഭീതിയിലാണ്. അതിൽ കൂടെ അമേരിക്ക ഈ പറഞ്ഞതുപോലെ ഒരു വാർ റൂം സെറ്റ് ചെയ്യാനായിട്ട് സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ട്രംപ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ G7 ഉച്ചകോടി വെട്ടിച്ചുരുക്കി അമേരിക്കയിലേക്ക് മടങ്ങിയ ട്രംപ് അമേരിക്കയിലെത്തിയ ഉടനെ ആദ്യം നൽകിയ നിർദ്ദേശം സൈന്യത്തിനോട് പെൻറ്റഗണിനോടൊരു വാർ റൂം സെറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അമേരിക്ക ഒരു വാർ റൂം സെറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഏത് നിമിഷവും അടി തുടങ്ങും എന്നാണ്. നമ്മളത് ഇറാഖിൽ കണ്ടതാണ്. അതുപോലെ തന്നെ മറ്റു പല സ്ഥലത്തും കുവൈറ്റ് ആക്രമണ കാലത്തൊക്കെ, ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച കാലത്തൊക്കെ നമ്മളത് കണ്ടതാണ്. അമേരിക്ക വളരെ പെട്ടെന്ന് യുദ്ധസജ്ജരായി സൗദിയിലും മറ്റുമൊക്കെ എത്തുകയും അവിടെ അവരുടെ സൈനിക താവളങ്ങൾ തുറക്കുകയും വാർ റൂമുകൾ സെറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ യുദ്ധസജ്ജരാകുന്നതിൻ്റെ ഒരു കേളികൊട്ടാണ് ഈ വാർ റൂം സെറ്റ് ചെയ്യുന്ന പരിപാടി. യുദ്ധം ആരംഭിക്കും. അതിൻ്റെ ഇപ്പോൾ നമ്മൾ അറിയാലോ, കഥകളിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കേളികൊട്ടും. അപ്പോൾ കേളികൊട്ടിൻ്റെ അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉടനെ കഥകളി ആരംഭിക്കുകയാണ്. അതുപോലെയാണ് ഈ വാർ റൂം സെറ്റ് ചെയ്യുന്നത്. ഏതാണ്ട് അമേരിക്കയും ഈ യുദ്ധത്തിന് ഇറങ്ങുമെന്ന് തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെയും ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്നാണ്. ഇറാനിൽ വലിയ തോതിൽ ഭരണമാറ്റം വരും. ഇറാഖിൽ എന്താണോ സദാം ഹുസൈൻ ഭരണകൂടത്തോട് അമേരിക്ക ചെയ്തത് അത് തന്നെ ഇറാനിലും ചെയ്യും. അത് ഈ പറയുന്നത് പോലെ അയത്തുള്ള അലി ഖമനേയിയെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടും. ജീവനോടെ കിട്ടിയാലും വിചാരണ നടത്തി തൂക്കിക്കൊല്ലും. ഇല്ലെങ്കിൽ ഈ ആക്രമണത്തിനിടയ്ക്ക് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെടും. ഈ 2 മാർഗങ്ങളാണ് അമേരിക്ക നോക്കുന്നത്. അത് അമേരിക്കയ്ക്ക് വളരെ സമർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കും. എന്തായാലും സൈന്യത്തിനോട് സജ്ജമായിരിക്കാൻ ട്രംപ് നിർദ്ദേശിച്ചു എന്നാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിനിടെ ഈ ഇസ്രയേലിൻ്റെ ട്രംപ് അപ്പോൾ മുൻകാലങ്ങളിൽ ആവർത്തിച്ചോ ഞങ്ങൾക്ക് ഈ യുദ്ധത്തിനോട് താല്പര്യമില്ല, ആ ഒരു നിലപാടിൽ നിന്നും ഒരു മാറ്റം വരികയാണോ? തീർച്ചയായിട്ടും ആ നിലപാട് ഈ മുമ്പ് പ്രഖ്യാപിച്ചതൊക്കെ ഒരുതരം നാടകമാണ്. ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല, ഞങ്ങളിതിൻ്റെ പുറകിലില്ല, ഞങ്ങളെ ആരും ശല്യപ്പെടുത്തരുത്, ഞങ്ങളെ കച്ചവടമൊക്കെ ആയിട്ട് പോവുകയാണ്. ഇതൊക്കെയാണ് ട്രംപിൻ്റെ വാദങ്ങൾ.
പക്ഷെ ആ അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം ഈ ഇറാൻ, പാകിസ്ഥാൻ, ഉത്തര കൊറിയ ഈ 3 രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധം കിട്ടിയാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഭാഗമായിട്ട് ഈ ആദ്യം ഭീകരകേന്ദ്രങ്ങൾ തകർത്തു, അപ്പോൾ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങി, മിസൈലുകൾ വിട്ടു, ഡ്രോണുകൾ വിട്ടു, അതിനെല്ലാം തകർത്തു. അത് 2 ദിവസം ഏതാണ്ട് 48 മണിക്കൂറിനപ്പുറത്തേക്ക് അത് പോയി. അപ്പോൾ ഇന്ത്യക്ക് മനസ്സിലായി ഇവർ അവസാനം വളരെ കടുത്ത പ്രയോഗത്തിലേക്ക് ഇവർ പോകും എന്ന് ഇന്ത്യൻ സൈന്യത്തിന് മനസ്സിലായി. അതുകൊണ്ട് എന്ത് ചെയ്തു, അങ്ങനൊരു നീക്കം അവർക്ക് നടത്താൻ സാധിക്കാത്ത വണ്ണമുള്ള ഒരു അടി അങ്ങ് കൊടുത്തു. അവരുടെ എയർബേസുകൾ 12 എണ്ണമാണ് തകർത്തത്. 19 എയർബേസുകളുണ്ട്. അതിലേറ്റവും ഒരു കൊള്ളാവുന്ന എയർബേസ് എന്ന് പറയുന്നത് 12 എണ്ണമാണ്. ആ 12 എണ്ണം അങ്ങ് തകർത്തു. നൂർഖാൻ അടക്കം നമ്മൾ കണ്ടതാണ്. റൺവേയിലൊക്കെ വലിയ കുഴി, വലിയ ഗർത്തങ്ങളാണ്. ആ ഗർത്തങ്ങൾ മൂടാൻ തന്നെ ഒരുപാട് നാളുകൾ എടുക്കും. ഏതാണ്ടൊരു 4-5 വർഷം എടുത്ത് മാത്രമേ പാകിസ്ഥാൻ ഇതൊക്കെ പുനർനിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അത്രയും വലിയ മാരകമായ പ്രഹരമാണ് ഇന്ത്യയെ ഏൽപ്പിച്ചത്. അതോടുകൂടി പാകിസ്ഥാന് മനസ്സിലായി ഇനിയിപ്പോൾ അവിടുന്ന് ഒരു പോർവിമാനം പറന്ന് പൊങ്ങിയാൽ മാത്രമല്ല ഇന്ത്യയിലേക്ക് വന്ന് മിസൈലിടാൻ പറ്റുള്ളൂ. അവിടുന്ന് അയക്കുന്ന മിസൈലുകളെല്ലാം നമ്മൾ അടിച്ച് വ്യോമാതിർത്തിയിൽ വെച്ച് തന്നെ അടിച്ച് തകർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കണ്ണ് വെട്ടിച്ച് നമ്മുടെ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നാൽ മാത്രമേ അതൊരു പോർവിമാനത്തിന് മാത്രമേ അങ്ങനെ കടന്നു വന്ന് ഈ ഇന്ത്യയിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് എയർബേസുകളെല്ലാം തകർത്ത് കൈ കൊടുത്തു. അതുപോലെയാണ് ഇപ്പോൾ ഇസ്രായേലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഏതൊക്കെ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടോ ആ ആക്രമണത്തിന് സജ്ജമാകേണ്ട സംവിധാനങ്ങളെ മുഴുവനും തകർത്തു. മിസൈലുകൾ ഇപ്പോൾ ഏതാണ്ട് പുറത്തു വരുന്ന വിവരമനുസരിച്ച്, അമേരിക്ക തന്നെ പുറത്തുവിടുന്ന വിവരങ്ങളനുസരിച്ച് ഇറാൻ്റെ മിസൈൽ ശേഖരം അതിൻ്റെ 1/3 തീർന്നു കഴിഞ്ഞു. 1/3 നശിപ്പിച്ചു. ഇനി 2/3 ബാക്കിയുള്ളത്. അത് എത്രത്തോളം ഫലപ്രദമായിട്ട് ഇറാന് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് സംശയമാണ്. കാരണം അതിൻ്റെ കേന്ദ്രങ്ങളെല്ലാം ഇസ്രായേൽ പൂട്ടി, നശിപ്പിച്ചു, തകർത്തു. ഈ ഇറാനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവർ ഒരു അനാവശ്യമായല്ലേ കുറെ മിസൈലുകളെ എങ്ങോട്ടോ അയക്കുകയാണ്. കൃത്യമായി ഇസ്രായേൽ ഓരോ ലക്ഷ്യം വെച്ച് ഓരോ വ്യക്തികളെ, നേതാക്കളെ ലക്ഷ്യമിട്ട്, ആണവ ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിട്ട്, സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട്, കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കൃത്യമായ ആക്രമണമാണല്ലേ നടത്തുന്നത്. അതെ, വളരെ കൃത്യമാണ്. കാരണം ഇസ്രായേലിൻ്റെ പുറകിൽ ഈ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടന എന്താണെന്ന് ലോകത്തിന് അറിയാം. അതുകൂടാതെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ്, ട്രംപ് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അമേരിക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെപ്പൺസ്, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ആയുധങ്ങൾ അമേരിക്ക കൊടുത്തു കഴിഞ്ഞു ഇസ്രായേലിന്. അത് ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഈ അടി മുഴുവനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫലത്തിൽ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ ആണെങ്കിലും ഈ ഇസ്രായേലിനെ കൊണ്ടത് ചെയ്യിക്കുന്നത് അമേരിക്കയാണ്. ഒരു തരത്തിൽ അമേരിക്കയുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെ അടിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. കാരണം അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് അറിയാം പാകിസ്ഥാനിൽ നിന്ന് ആണവ രഹസ്യം ചോർന്ന്, അമേരിക്കയാണ് പാകിസ്ഥാനെ ഒരു ആണവ രാജ്യമാക്കാൻ എല്ലാ കഠിനമായ പരിശ്രമങ്ങളും നടത്തി അവർക്കത് നേടിക്കൊടുത്തത്. ആ നേടിക്കൊടുത്തത് ഇന്നിപ്പോൾ അമേരിക്കയുടെ കഴുത്തി ചുറ്റിയ പാമ്പായിരിക്കുകയാണ്. കാരണം പാകിസ്ഥാനിൽ നിന്ന് ആ രഹസ്യം ഇറാനിലേക്കും പോയി, ഉത്തര കൊറിയയിലേക്കും പോയി. ഈ ഉത്തര കൊറിയയും ഇറാനും ഒക്കെ അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുക്കളാണ്. എല്ലാ കാലത്തും അമേരിക്കയെ വെല്ലുവിളിക്കുകയും അമേരിക്കയോട് എന്താ പറയുക ഏറ്റുമുട്ടാൻ തയ്യാറാകുകയും ചെയ്ത രാഷ്ട്രങ്ങളാണ് ഇറാനും ഉത്തര കൊറിയയൊക്കെ. ഉത്തര കൊറിയ വലിയ തോതിൽ മിസൈൽ സാങ്കേതിക വിദ്യയിൽ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഉത്തര കൊറിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് അയക്കാൻ പറ്റുന്ന മിസൈലുകൾ വികസിപ്പിക്കുന്ന തിരക്കിലാണ് അവർ. നമുക്കറിയാം കിം ജോങ് ഉന്നിൻ്റെ ലക്ഷ്യം എന്താണെന്നും അവരെ പിന്തുണയ്ക്കുന്നത് ആരാണെന്നും അറിയാം. ചൈനയുടെ പിന്തുണയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇറാനിനും ഈ ആണവ സാങ്കേതിക വിദ്യ കയ്യിൽ വന്നാൽ അത് എന്ത് സംഭവിക്കുമെന്ന് ലോകം മുഴുവനും ഭയപ്പെടുന്നു. ആ ഭയമാണ് G7-ൽ ഒറ്റക്കെട്ടായിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറായി. അവരാരും ഇസ്രായേലിനെ അപലപിച്ചില്ലല്ലോ, ഇസ്രായേലിൻ്റെ ചെയ്തികളെ കുറ്റം പറഞ്ഞില്ലല്ലോ. റഷ്യ പോലും പറയുന്നത് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ്. അല്ലാതെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, ഇസ്രായേലിനെ അപലപിച്ചുകൊണ്ട് ആരും രംഗത്ത് വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇറാൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് രാഷ്ട്രമായ പാകിസ്ഥാൻ പോലും ഇറാനെതിരെ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടാണ് പറയുന്നത്, അമേരിക്കയ്ക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നത്. ഈ ഇവിടുത്തെ ഇറാനിലെ രഹസ്യങ്ങൾ
പലതും ചോർത്തി അമേരിക്കയ്ക്ക് കൊടുക്കുന്നത് പാകിസ്ഥാനാണ്. ഇന്നിപ്പോൾ ഇതൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ഈ വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ലോകം ഒരു യുദ്ധഭീതിയിലാണ്. ഈ ഇറാൻ കൂടുതൽ അടിക്കാൻ തയ്യാറായാൽ ഈ പറയുന്നത് പോലെ അറബ് രാഷ്ട്രങ്ങളുടെയും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെയും ഒക്കെ പിന്തുണ ആർജിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് വന്നാൽ അത് ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. പ്രത്യേകിച്ചും ഈ അമേരിക്കയിലും യൂറോപ്പിലും അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കൽ ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെയൊക്കെ തെരുവുകളിൽ വലിയ പ്രക്ഷോഭമാണ്. തെരുവുകളെ കത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അവിടുത്തെ പോലീസും ഈ അനധികൃതമായി കുടിയേറിയ ആൾക്കാരും അവരുടെ അനുകൂലികളും ചേർന്ന് അവർ തമ്മിൽ വലിയ സംഘർഷം നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറയുന്നത് പോലെ ഇറാൻ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ലോകത്തെ എത്തിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പം അതിനു മുമ്പ് ഇറാനെ ഒതുക്കാൻ തന്നെയായിരിക്കും അമേരിക്കയുടെ ശ്രമം. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് വാർ റൂം സജ്ജമാക്കാൻ സൈന്യത്തിനും പെൻറ്റഗണിനും നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.